ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച സമയമാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പം ആദ്യം തന്നെ മോക്ക് സ്നാക്സിനുള്ളത് കൊടുത്തോളൂ. മദ്രസയിൽ പോയ സമയമാണ് കേട്ടത്. അപ്പം ഇന്ന് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ലഞ്ചിന് ചോറൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പം ലഞ്ചിന് കൊണ്ടുപോകുന്ന കോളിഫ്ലവർ പൊരിയാണ് കേട്ടോ. അങ്ങനെ മദ്രസ വിട്ട് വരുന്നതിൻ്റെ മുന്നേ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കലുണ്ട്. ചോറ് കുക്കറിലാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ മോളെ എണീറ്റ് ഓക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പരിപാടികളാട്ടോ കണ്ടത്. പിന്നെ മോള് മദ്രസ വിട്ട് എന്നിട്ടാട്ടോ എഴുതുന്നത്. സ്കൂളിലോട്ടുള്ളതൊക്കെ എഴുതുകയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, നടന്ന് എഴുതുകയാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ആ തിരക്കണ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ പോലെ പറഞ്ഞയച്ചു. അപ്പോൾ ഒരാൾ ഒറ്റക്ക് വരിക കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഹൈറ മോളെ കാണുന്നത്. ഓളായിട്ട് കുറച്ച് സമയം അവിടെ കളിച്ചിരുന്നു. പിന്നെയാണ് ഞങ്ങൾ വീട്ടിൽ പോരുന്നത്. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ല കളിയാണ്, രണ്ടാളും നല്ല കളിയിലാണ്. അങ്ങനെ ഉച്ചക്കുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം ഉച്ചക്ക് നമുക്ക് കുറച്ച് ബീഫ് ഉണ്ടായിന്, അത് ചൂടാക്കി. പിന്നെ കുറച്ച് ഇന്നലത്തെ മസാല വരട്ടി വെച്ച വെത്തൽ മീനും ഉണ്ടായിന് കേട്ടോ. അതും പിന്നെ മുരിങ്ങാക്കറി പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. മുരിങ്ങ നമ്മളെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ മുരിങ്ങ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ താളിക്കൂല, അങ്ങനെ തന്നെ സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ മുരിങ്ങയിലേക്ക് ഇടുക. പിന്നെ ഉള്ളത് നമ്മൾ മീൻ പൊരിച്ചു. അതിൻ്റെ ഇടയിൽ ആ സമയത്തിന് നമ്മൾ മുരിങ്ങ ഊരി വെച്ചതൊക്കെ ഈ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചെടുക്കും കേട്ടോ. അങ്ങനെ മുരിങ്ങാക്കറി, മീൻ പൊരിയൊക്കെ ആയി. അങ്ങനെ ഉച്ചക്കൊക്കെ ഉള്ളത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടൊന്ന്, ഉപ്പേരിയൊന്നും ഇല്ലെന്ന്. അപ്പം ഇങ്ങനെ ചോറിനുള്ളത് മുരിങ്ങാക്കറി, അതേപോലെ കുറച്ച് ബീഫ്, അതേപോലെ കുറച്ച് നെത്തോലി, പിന്നെ നമുക്ക് എന്നുള്ള പോലെ തന്നെ കുറച്ച് മാങ്ങാച്ചാറ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.